ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഗുരുമന്ത്രിയുടെ കാര്യത്തിൽ കുറച്ച് തിരക്കായിപ്പോയി. ഇന്ന് ഈ ഒരു വീഡിയോ എന്തായാലും ഇട്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രേക്ഷകരോട് എന്ന് പറഞ്ഞു എന്തായാലും വിപിത ഇടണം എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും ഞാൻ ഇടുമായിരുന്നു, എങ്കിൽ പോലും എന്നോട് വീഡിയോ ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത, തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, കുറച്ച് നേരം വീഡിയോ ഇടൂ എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ കോമഡി കുക്കിൻ്റെ എപ്പിസോഡ് റിവ്യൂ ആണ്. 5ാമത്തെ ആഴ്ചയാണ്. കിഡിലൻ എപ്പിസോഡായിരുന്നു ഇത്. എന്നാൽ ഇതൊക്കെ നമ്മൾ എവിടെയൊക്കെയോ കണ്ടു മറന്ന പോലെ തോന്നുന്നുണ്ട്. എവിടെയാ? ബിഗ് ബോസ് വീട്ടിലെ ഫാമിലി റൗണ്ട് വരുമ്പോൾ എങ്ങനെയാ, ഇന്ന് ആരുടെ ഫാമിലിയാണ് വരുന്നത്, നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ഇന്നാളുടെ ഫാമിലി, കുറച്ച് ഫാമിലി, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഫാമിലിയൊക്കെ വരുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനും, അവർ തമ്മിലുള്ള ആ ഒരു സംസാരവും, അവർ തമ്മിലുള്ള ആ ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെയുള്ളൊരു റൗണ്ടായിരുന്നു ഇന്നലെ, ഫാമിലി റൗണ്ട്. ഇന്നലെ കോമഡി കുക്കല്ലായിരുന്നു, ഫാമിലി കുക്കായിരുന്നു. രസമായിരുന്നോ എന്ന് ചോദിച്ചാൽ രസമായിരുന്നു. പക്ഷേ നമ്മുടെ ബിഗ് ബോസിൻ്റെ കോപ്പി ഈ ഒരു ഷോ ഉണ്ടല്ലോ, അതായത് കോമഡി കുക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എങ്ങനെ കൊണ്ടുപോകുന്നു അതേ രീതിയിൽ കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ പലപ്പോഴും പലയിടത്തും സ്ക്രിപ്റ്റഡ് ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ആങ്കറിങ് ആയിപ്പോയി എൻ്റെ ട്വിങ്കിളെ. ഞാൻ തുടക്കം മുതലേ ട്വിങ്കിളിൻ്റെ ആങ്കറിങ്ങിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആങ്കറിങ് ഒക്കെ. ആൾ ഉള്ളിലൊന്നും വെക്കാതെ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്നു. പക്ഷെ നല്ല രസമാണ് ആളുടെ കോസ്റ്റ്യൂമും, ആൾ വരുന്നതും, ആൾ രസമായിട്ടാണ് ആളുടെ ഇൻട്രാക്ഷനൊക്കെ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരനെ എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ റിവ്യൂ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് തന്നെ ട്വിങ്കിളിനെ അങ്ങോട്ട് പുകഴ്ത്തിയിട്ടാണ് ഞാൻ തുടങ്ങാറ്. പക്ഷേ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എന്താ ഡയറക്ടറോ പ്രൊഡ്യൂസറൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് കൊടുത്തത് അങ്ങോട്ട് കാണാപ്പാടം പഠിച്ച് അങ്ങോട്ട് വിളമ്പുന്ന ട്വിങ്കിളിനെയാണ് മക്കളെ നമ്മൾ കണ്ടത്. ഭയങ്കര സ്ക്രിപ്റ്റഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ട്വിങ്കിള് എന്തൊക്കെയോ ഒരു ഷോ കണ്ടിട്ട്, വേറൊന്നുമല്ല ബിഗ് ബോസ്, അത് കണ്ടിട്ട് അതേപോലെ കോമഡി കുക്ക് ആക്കാൻ നോക്കുന്നു. കോമഡി കുക്കിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റിയിൽ കൊണ്ടുവന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും. മറ്റുള്ള ഷോയിൽ ഹൈലൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഫാമിലിനെ കൊണ്ടുവരിക അത് നല്ല കാര്യമാണ്. പക്ഷേ എന്താ പറയുക, ബിഗ് ബോസിലുള്ള അതേ സംഭവം തന്നെ കൊണ്ടുവന്നത് വളരെ ബോറായിപ്പോയി. ബിഗ് ബോസിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷേ കോമഡി കുക്കിൻ്റെതായ രീതിയിൽ കൊണ്ടുവരാൻ, അതിൻ്റെ ഒരു ലേബൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഫാമിലി റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇവർ കാണാണ്ടിരിക്കുകയാണോ വീട്ടുകാർ? ആരായിരിക്കും വരുന്നത്? ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി പോയി തന്നെ എല്ലാവരും കുടുംബം ഒരുമിച്ചാണ്. എന്നിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കുന്നു. എന്ത് ബിഗ് ബോസിൽ സർപ്രൈസ് കൊടുക്കാറില്ലേ ഫാമിലി വരുമ്പോൾ? ആരായിരിക്കും വരിക? അനിയത്തിയായിരിക്കും, ചേച്ചിയായിരിക്കും, അമ്മയായിരിക്കും, ആരായിരിക്കും, ഫ്രണ്ടായിരിക്കും, ആരായിരിക്കും വരിക എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയൊക്കെ കുടുംബാംഗങ്ങൾക്കിടയിലും നമ്മൾ പ്രേക്ഷകർക്കിടയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതേപോലെ തന്നെ കോമഡി കുക്കിൽ ഇവർ ഫ്ലൈറ്റ് കയറി വന്നത് കുടുംബത്തിൻ്റെ ഒപ്പം തന്നെയാണ്. എന്നിട്ട് ട്വിങ്കിളിൻ്റെ ഒരു അവതരണം എന്താ, ആരായിരിക്കും വരുന്നതെന്ന് ആരായിരിക്കും ഗസ് ചെയ്യാമോ? ആരെയാണ് പറ്റിക്കുന്നത്? നമ്മൾ ജനങ്ങളെയോ പ്രേക്ഷകരെ പറ്റിക്കുന്നോ? തുടക്കം തന്നെ പാളിപ്പോയി. പിന്നെ ആ ഷോ കാണാനുള്ള ഓക്കെ, നമുക്കറിയാം തുടക്കം തന്നെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ട്വിങ്കിളിനെ പറഞ്ഞ് പഠിപ്പിച്ച് കീ കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ട്വിങ്കിൾ നമ്മളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും. പിന്നെ ട്വിങ്കിൾ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫാമിലി ഏറ്റെടുത്തു എന്ന്. എല്ലാ ഫാമിലിയൊന്നും ഏറ്റെടുത്തിട്ടില്ല കേട്ടോ. കുറേ പേർക്കൊന്നും വലിയ കാര്യമൊന്നും അല്ല പ്രോഗ്രാം, കുറച്ച് പേർക്കൊക്കെ ഓക്കെ. പക്ഷേ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ഫാമിലിയായിട്ട് കാണുന്ന ഒരു ഷോയാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ടാവും. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഡെയിൻ്റെ കാര്യം, അശ്വിൻ, അനുമോള്, മീനാക്ഷി, ഇവരൊക്കെ നമ്മൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. സാബുചേട്ടനൊക്കെ ഭയങ്കര സീരിയസ് ആയി പോയിട്ടോ. അപ്പോൾ ഇവരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഷോയിൽ ഒരു കൺക്ലൂഷൻ ഇല്ല. കൺക്ലൂഷൻ മീൻസ് കഴിഞ്ഞ ആഴ്ച ശബരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഔട്ടായിപ്പോയി, കുക്ക് ഔട്ടായിപ്പോയി. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഒരു പൂക്കി ഉണ്ടാവുമല്ലോ, ആ പൂക്കി അവിടെ പോയി. ഇന്നലെ ഒരു പൂക്കി മിസ്സിംഗ് ആണ്. ശ്രീവിദ്യ എന്ന് പറഞ്ഞ പൂക്കി മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ ശ്രീവിദ്യയുടെ ഒരു കാര്യവും ഇന്നലെ പറഞ്ഞിട്ടില്ല. അതെന്താ? ഇന്നലത്തെ എപ്പിസോഡിൽ ശ്രീവിദ്യ എന്ന് പറയുന്നൊരു പൂക്കി ഉണ്ടാവേണ്ടതാണ്. പൂക്കീസിനെല്ലാം പരിചയപ്പെടുത്തി അഡ്വാൻറ്റേജ് ടാസ്ക് നടത്തി. അപ്പോൾ ഈ ഒരു പൂക്കിനെ കുറിച്ച് ഒന്ന് പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? അതിൻ്റെ ഒരു മര്യാദ ട്വിങ്കിളിനുണ്ടായിരുന്നു. ട്വിങ്കിൾ ആങ്കറാണ്. ട്വിങ്കിൾ അത് ചെയ്തോ? ഇല്ല, അത് അവിടെ തന്നെ പോയി. ഈ രണ്ട് കാര്യങ്ങളും ട്വിങ്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്യുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എന്താണ് ഈ ഷോയിൽ. ഇപ്പോൾ ഒരാൾ പോയി, അപ്പോൾ ഒരു പൂക്കി ബാലൻസ് ഉണ്ട്.
അപ്പോൾ അതെന്താണെന്നുള്ളത് എപ്പിസോഡിൽ പറയേണ്ടതായിരുന്നു. പൂക്കീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പിസോഡിൽ തന്നെ പറയണമായിരുന്നു. അല്ലാണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പറയുമായിരിക്കും ഒരു പക്ഷേ ഇന്നത്തെ എപ്പിസോഡിലല്ല, ഇന്നത്തെ എപ്പിസോഡിൽ പറയണമായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഫാമിലിയെ ഏറ്റെടുത്തു. ഫാമിലി എപ്പിസോഡ് വരുമ്പോൾ, ഫാമിലി റൗണ്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ്, ഭയങ്കര റേറ്റിങ്ങിലാണ് ആ ഒരു ടൈമിൽ ആ ഷോ പോകുന്നത്. അത് റേറ്റിംഗ് ഇതിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഒരു 50% ഓക്കെ, പക്ഷേ അത്രയ്ക്കൊന്നും ഇതായി തോന്നിയില്ല. പിന്നെ എല്ലാവരുടെ ഫാമിലിയെ കാണാൻ പറ്റി, അത്രേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തുടക്കം തന്നെ അനുമോളുടെ അമ്മയുടെയാണ്, അനുമോളുടെ അമ്മയും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ഇതാണ്, ക്ലിപ്പാണ് തുടക്കത്തിൽ ഹൈലൈറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാ? പക്ഷേ എപ്പിസോഡിൽ വന്നപ്പോൾ ഏറ്റവും അവസാനമാണ് വന്നത്. കാരണം പ്രേക്ഷകർ കണ്ടിരിക്കണം. തുടക്കത്തിൽ അനുമോളുടെ അമ്മയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ സ്നേഹമൊക്കെ നമ്മളെ കാണിച്ചു. എന്തു പറഞ്ഞാലും നീ എൻ്റെ ഇതല്ലേ വാവി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വെച്ചു, ഉമ്മയൊക്കെ കൊടുക്കുന്നു. അനുമോളും അമ്മയും തമ്മിലുള്ള ആ ഒരു സ്നേഹമൊക്കെ നമ്മളെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എപ്പിസോഡിൻ്റെ അവസാനമാണ് അനുമോളെ വിളിക്കുന്നത്. അത് മനഃപൂർവ്വം തന്നെ ടിങ്കിൾ അവസാനം വരെ വെച്ചതാണ്. തുടക്കത്തിൽ കഴിഞ്ഞ ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അനുമോളെ തന്നെ ആദ്യം വിളിക്കുമായിരുന്നു, അനുമോളെ പൂക്കി. ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഏറ്റവും അവസാനമാണ് അനുമോളെ വിളിച്ചത്. കാരണം അനുമോളുടെ അമ്മയും അനുമോളുമായിട്ടുള്ള റിലേഷൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇത് കാണാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ഏറ്റവും അവസാനം കൊണ്ടേ വെച്ചു. ഈ ഫാമിലി ഷോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഷോയാണ്, ഫാമിലി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്, ഭയങ്കര ഹിറ്റായിട്ടുള്ള ഷോ ആണെന്നൊക്കെ ടിങ്കിൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ആ ഒരു മാർക്കറ്റിംഗ് ഇത് അവിടെ കൊണ്ടുവന്നത്? അപ്പോൾ അനുമോള് എന്ന് പറയുന്ന അത് കാണാനാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് അവസാനം വെച്ചതും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചതും. അതുപോലെ തന്നെ മറ്റൊരു കോപ്പി അടിച്ചുള്ള സംഭവമാണ് കേട്ടോ, ലവ് കോംബോ. ഇപ്പോൾ മഹിയും നമ്മുടെ മീനാക്ഷി തമ്മിലൊരു കോംബോ കൊണ്ടുവരാനായിട്ടൊക്കെ ഇവർ ശ്രമിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്ത് പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ് മഹിയെയും മീനാക്ഷിനെയൊക്കെ. അത് ഭയങ്കര, ഇപ്പോൾ ഏത് ബിഗ് ബോസ് സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ലവ് കോംബോ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹിറ്റാവും. അതേപോലെ തന്നെ ഒരു കോംബോ ഇതിൽ കൊണ്ടുവരാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൽ എന്താ പറയുക, ടിങ്കിൾ കിടന്ന് കുറേ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ നടക്കട്ടെ, രസമല്ലേ, നമുക്ക് കാണാം. അത് ഇന്നലത്തെ എപ്പിസോഡിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ പോലെ പൂക്കീസിനെ സെലക്ട് ചെയ്യണം, അങ്ങനെ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടുള്ള ടിങ്കിളിൻ്റെ കുറച്ചൊരു ഡയലോഗും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം കുക്സ് വരുന്നു. നല്ല ഗംഭീര ലുക്കിലാണ് കുക്സ് ഒക്കെ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പൂക്കീസിനെ സെലക്ട് ചെയ്യണമല്ലോ. പൂക്കീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോ ക്യാരക്ടേഴ്സായിട്ട് അവിടെ നിൽക്കുകയാണ്. അവരുടെ എന്താ പറയുക, ഹാൻഡ് മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് അത് ആരുടെ കൈയാണോ എന്നുള്ളത് ഈ കുക്സ് സെലക്ട് ചെയ്യുക, നോക്കിയിട്ട് മനസ്സിലാക്കി ഇന്നാളുടെ കൈയാണെന്നൊക്കെ മനസ്സിലാക്കി അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി കുറച്ച് പേർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇന്ന പൂക്കിയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് പലരും സെലക്ട് ചെയ്തത്. അങ്ങനെ അതൊക്കെ അടിപൊളിയായിട്ടൊക്കെ നടന്നു. പൂക്കിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ സന്ധ്യാമ്മക്ക് കിട്ടിയിരിക്കുന്ന പൂക്കി കെവിനാണ്. ഫാമിലി റൗണ്ടാണ്, ഫാമിലി വരും. സന്ധ്യാമ്മയുടെ മകൻ കടൽ മച്ചാനാണ് വന്നത്. കടൽ മച്ചാനെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇതിനകത്ത് ഇവർ പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. ഒരു പ്രൗഡ് മൊമെൻറ്റ് പറയാൻ പറഞ്ഞു, അമ്മയെക്കുറിച്ച് അമ്മ പ്രൗഡാക്കിയ ഒരു നിമിഷത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ഒരു കഥ പറഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അമ്മമാരൊക്കെ ഉണ്ടോയെന്ന് ഓർത്ത് പോകും, പക്ഷേ ഭയങ്കര അടിപൊളിയാണ് അമ്മ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇതിൽ നിൽക്കാൻ ഒരു അവസരം കിട്ടിയതും ഇതുപോലെ ഇത്ര ആൾക്കാർ അറിയപ്പെടുന്ന വലിയൊരു നിലയിലേക്ക് അമ്മയും മകനും എത്തിയത് അമ്മയുടെ അന്നത്തെ ആ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ്. ഞാനൊരു ഷോർട്ടായിട്ട് പറയുന്നത്, നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരിക്കും. മകൻ കോളേജിൽ പഠിക്കുമ്പോൾ മറ്റേ വിഷ്ണു, കടൽ മച്ചാൻ എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ കടൽ മച്ചാൻ എന്ന് പറയുന്ന ആ വ്യക്തി ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കടലിൽ പോയി ഇങ്ങനെ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ കോളേജിൽ ഒരു പ്രശ്നം. കോളേജിൻ്റെ അത്ര നല്ലൊരു കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ആ കോളേജിൽ അതൊക്കെ ഒരു ഷെയിമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കോളേജിൽ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നു എന്നുള്ള അല്ലെങ്കിൽ മീൻ പിടിച്ചിട്ട് നടന്നോ, അല്ലെങ്കിൽ പഠിക്കുക, ഇതിലൊന്നും പറ്റുള്ളൂ കോളേജിൽ അധികൃതർ തീരുമാനിച്ചു. അപ്പോൾ കടൽ മച്ചാൻ വന്നിട്ട് അമ്മയടുത്ത് പറഞ്ഞു, സന്ധ്യമ്മയടുത്ത് പറഞ്ഞു, അമ്മ എൻ്റെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു, എന്ത് ചെയ്യണം കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നീ ധൈര്യമായിട്ട് വീഡിയോ എടുക്കടാ. അപ്പോൾ പൈസ വേണം, ക്യാമറ മേടിക്കണം. ആ സമയത്തൊക്കെ ഗോപ്രോയാണ്. ഗോപ്രോയ്ക്ക് 32-35 രൂപയൊക്കെ വരുന്നുണ്ട്. ഈ ഗോപ്രോ മേടിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ കെട്ടുതാലി 1 പവന് ഉണ്ടായിരുന്നുള്ളൂ. ആ മാല എടുത്ത് അമ്മ മകന് കൊടുത്തു. നീ പോയിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഒരു ക്യാമറ മേടിക്കാൻ പറഞ്ഞിട്ട്. എനിക്കറിയില്ല എത്ര അമ്മമാർ അങ്ങനെ ചെയ്യുന്ന അറിയില്ല.
കാരണം മകൻ പഠിക്കാനേ വിടുള്ളൂ. എല്ലാം ഒരു 95% അമ്മമാരും പഠിക്കുമോനെ പഠിക്കുമെന്ന് പറഞ്ഞ് പഠിക്കാനേ വിടത്തുള്ളൂ. പക്ഷേ ഈ ഒരു അമ്മയുടെ അന്നത്തെ ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് കടലിൽ പോയി മീൻ പിടിക്കുന്നു, കടലമ്മയുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ അവർ വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് അല്ലെങ്കിൽ കടലമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയത്. അമ്മയുടെ മാല ഒരു കൊടുത്ത് എത്ര അമ്മമാർ ചെയ്യുന്നത് എനിക്കറിയില്ല. എന്തായാലും മകനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലേക്ക് വരാൻ വേണ്ടിയിട്ട് അമ്മ ഒരു മാല എടുത്ത് കൊടുത്തു. ആ മാല വെച്ചിട്ടാണ് മകൻ ഗോപ്രോ മേടിക്കുന്നത്. ഇപ്പോൾ ഇത്രത്തോളം അറിയപ്പെടുന്ന വലിയ രീതിയിൽ എത്തിയത് എത്ര ആൾക്കാർക്ക് അവരിപ്പോൾ ധനമായിട്ടൊക്കെ സഹായങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ പല വീഡിയോയിലും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത്ര വലിയ നിലയിലേക്ക് മകൻ എത്തിയത് അമ്മയുടെ അന്നത്തെ ഒരു തീരുമാനമാണ്. ശരിക്കും പറഞ്ഞാൽ ആ അമ്മക്കൊക്കെ കൊടുക്കണം കയ്യടി. കിടിലം. ആ ടൈമിൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വരുമാനം വരുന്നുണ്ട്. കാരണം അത്ര ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോഴാണ് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വന്നിരിക്കുന്നത്. ആ സമയത്ത് അത്രത്തോളം വരുമാനം നമുക്ക് കിട്ടുമായിരുന്നു തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് പേരൊക്കെ അതിൻ്റെ വന്നിട്ടുണ്ട്. എന്തായാലും അത് പോട്ടെ. സന്ധ്യാമ്മയുടെയും വിഷ്ണുവിൻ്റെയും കടൽ മച്ചാൻ്റെയും കഥകൾ കേട്ടപ്പോൾ അടിപൊളി. നല്ല പാരൻറ്റ്, നല്ല അമ്മ, നല്ല മകൻ. അവരുടെ ആ ഒരു സ്നേഹം നമുക്ക് ഭയങ്കരമായിട്ട് തോന്നി. പിന്നെ അടുത്തത് മഹിയുടെ അച്ഛനാണ് വരുന്നത്. മഹിക്ക് ആരെ വേണം? മഹി പറഞ്ഞു ഇന്നത്തെ ദിവസം എനിക്ക് ആരെ കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ മീനാക്ഷിനെ കിട്ടരുതെന്ന്. അങ്ങനെയല്ലല്ലോ മഹി പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് മീനാക്ഷി എന്നുള്ള കഴിഞ്ഞ ആഴ്ച വരെ കിടന്ന് പോകുന്നുണ്ടായിരുന്നത്. ഇന്നെന്താ മീനാക്ഷി വേണ്ടേ? അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കാന്നേ മീനാക്ഷിയെ കിട്ടരുതെന്ന്. പക്ഷേ മീനാക്ഷിനെ തന്നെ കിട്ടി. അതിലും എന്തൊക്കെയോ ഒന്ന് എനിക്ക് മണക്കുന്നുണ്ട്. മീനാക്ഷിനെ തന്നെ സെലക്ട് ചെയ്തു. കൈ നോക്കി സെലക്ട് ചെയ്യാലോ പറഞ്ഞിട്ടുണ്ടാവും. തുടക്കം തന്നെ വിളിച്ചു മഹിയെ. രണ്ടാമത് അല്ലെങ്കിൽ മഹീനക്ക് ഏറ്റവും അവസാനമാണ് നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മഹീനക്ക് അവസാനമാണ് വിളിക്കുന്നത്. ഇത് മഹീന തുടക്കം തന്നെ വിളിച്ചത് വേറൊന്നുമല്ല, മീനാക്ഷിയുടെ കൈകൾ സെലക്ട് ചെയ്യണം, മഹി സെലക്ട് ചെയ്യണം, എങ്കിലേ അവിടെ അവർ തീരുമാനിച്ച ഒരു തീം വർക്കൗട്ട് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് മഹിയെ വിളിക്കുന്നു. മഹി സെലക്ട് നോക്കുന്നു, മീനാക്ഷിയുടെ കൈ തന്നെ നോക്കിയെടുക്കുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ മഹി എന്താ പറയുന്നത്, ആരെ കിട്ടിയാലും വേണ്ടില്ല, പാരന്റ് റൗണ്ടാണ്, അതായത് പി ടി എ മീറ്റിംഗ്. അനുമോള് പറഞ്ഞല്ലേ പി ടി എ മീറ്റിംഗ് ആണെന്ന്. അപ്പോൾ മീനാക്ഷിനെ കിട്ടരുത് എന്ന് മഹി പറഞ്ഞെങ്കിലും മഹി ഇങ്ങനെ മീനാക്ഷിയുടെ കൈകൾ തന്നെ നോക്കി തിരഞ്ഞെടുത്തതാണ്. നിങ്ങളൊന്നും കൂടി ആ ഒരു എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിലുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കിയാൽ അറിയാം. ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ആ ഒരു ലവ് കോംബോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീനാക്ഷിനെ എന്താ പറയുക, നമ്മുടെ മഹിക്ക് തന്നെ കൊടുത്തതാണ്. മഹിയുടെ ആരാ വരുന്നത്? മഹിയുടെ അച്ഛൻ. എനിക്ക് അത് കണ്ടപ്പോൾ മഹി പറഞ്ഞൊരു കാര്യം കറക്റ്റായിട്ട് തോന്നി. മഹിക്ക് പകരം മഹിയുടെ അച്ഛനായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. മഹി എനിക്ക് ഭയങ്കര പാവം ചെറുക്കനാണ്, ഭയങ്കര ഒരു പാവം. അതിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പാവം ചെറുക്കൻ. നല്ല കാണാനും നല്ല ക്യൂട്ടാണ്. പക്ഷേ മഹിയുടെ അച്ഛനാണെങ്കിലുണ്ടല്ലോ ആൾ ഭയങ്കര അടിപൊളി യോ ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി പോയിട്ട് അച്ഛ എന്നൊക്കെ പപ്പ അങ്ങനത്തൊക്കെ പറഞ്ഞിട്ട് കാലൊക്കെ പിടിക്കുന്ന സമയത്ത് മഹിയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത്. തുടക്കത്തിലെ ഒബ്ജക്ഷനാണ്, താല്പര്യമില്ല മീനാക്ഷിയെ കൊണ്ടുപോകാൻ വീട്ടിലേക്ക്. അവസാനം എന്നെ ബ്രോ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു കണ്ടന്റ് കൊണ്ടുവരാനായിട്ട് ആംഗിളും ട്രൈ ചെയ്യുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ആംഗിൾ നല്ല ആക്റ്റീവായിരുന്നു. മഹിയും മഹിയുടെ അച്ഛനും മീനാക്ഷിയും അടിപൊളിയായിട്ട് ആ ഒരു ടൈമിൽ സ്പെൻഡ് ചെയ്തു. അടുത്തത് അൻസിബക്ക് പറ്റിയ കോംബോ ആരാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അൻസിബക്ക് പറ്റിയത് ആരാണ്? പ്രണയവിലാസം കുഞ്ചു ആയത്. അൻസിബിട്ട പേരാണ് കേട്ടോ, പ്രണയവിലാസം കുഞ്ചു. പെട്ടെന്ന് പറഞ്ഞൊരു പേരൊന്നല്ല, ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ വന്ന് പറയുകയാണ്. അപ്പോൾ ഡെയിനെ തന്നെ അൻസിബക്ക് കിട്ടണം. അൻസിബയുടെ ഉമ്മ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഓരോ തീം വർക്ക് ആവണം. അതിനുവേണ്ടി അൻസിബനെ ആദ്യം വിളിക്കുന്നു, അൻസിബനെ മൂന്നാമത് വിളിച്ചു. അൻസിബ പോയിട്ട് ഡെയിൻ്റെ തന്നെ നോക്കിയാണ് എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. ഡെയിനും അൻസിബയുടെ ഉമ്മയും കൂടി തകർപ്പൻ. അവിടെ ഒരു പെർഫോമൻസ് നന്നായിരുന്നു. അടുത്തത് സാബു ചേട്ടൻ. എനിക്ക് സാബു ചേട്ടൻ വെച്ചാൽ സാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യനെ ഇതുവരെയും കണ്ടിട്ടില്ല. ഫസ്റ്റ് സീസണിൽ ഫാമിലി റൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നമുക്കറിയില്ലായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ആളുടെ ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ മറ്റുള്ള പുറത്തേക്ക് ആളുടെ വൈഫിനെ കാണുന്നത്. നല്ല കാണുമ്പോൾ തന്നെ അറിയാം, അടിപൊളി. സുചിത്രയുടെ അനിയത്തിയാണ് കേട്ടോ വന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി. അനിയത്തിനെ കണ്ടപ്പോൾ എല്ലാ കോഴികളും കൂടി അതിൻ്റെ പിന്നാലെ നടക്കുന്നു. അടുത്തത് ജിയോ മച്ചാൻ നെവിനെയാണ് കിട്ടിയത്. നെവിൻ അത് മനഃപൂർവ്വം ഒന്നും പറയുന്നില്ല, അറിയാണ്ട് കിട്ടിപ്പോയതായിരിക്കും. നെവിനെ ഒരാൾക്കും വേണ്ട നെവിനെ, പക്ഷെ നെവിനെ കിട്ടി. അടുത്തത് അനുമോളിന് അശ്വിനാണല്ലോ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അശ്വിനെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അനുമോൾക്ക് അശ്വിനെ വേണ്ട. അശ്വിനും പറയുന്നുണ്ട് അനുമോൾ എനിക്ക് വേണ്ട, പക്ഷെ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ട്.
ഒരു തല്ലുപിടുത്തവും വഴക്കും ബഹളവും ഒക്കെ കാണാനായിട്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. അതെന്തോ അങ്ങനെ തന്നെ വന്നു. അനുമോളുടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അനുമോളുടെ പ്രൗഡ് മൊമെൻ്റ് ഏതാണെന്നുള്ളത്. അനുമോൾ എന്ന് പറയുന്ന ഒരു മകൾ തീർച്ചയായിട്ടും അമ്മയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു അച്ഛനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏതൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും പ്രൗഡാണ്. പക്ഷേ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നത് അമ്മയ്ക്ക് ഓർമ്മയുള്ളതുകൊണ്ടായിരിക്കും അനുമോളുടെ അമ്മ പറഞ്ഞത് ബിഗ് ബോസിൽ വന്നത്. തീർച്ചയായിട്ടും അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള നമ്മുടെ സാധാരണ ആൾക്കാർക്ക് തന്നെ കണ്ണ് നിറഞ്ഞൊരു നിമിഷമാണ് അനുമോൾ കപ്പ് ഉയർത്തുന്നത്. ഡെഫിനറ്റ്ലി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തിക്ക് പ്രൈസ് കിട്ടണം, കപ്പ് കിട്ടണം എന്നുള്ളത് അനുമോൾക്ക്. അതുപോലെ അനുമോൾ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ അതെനിക്ക് ഡെയിലി ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അനുമോളെക്കുറിച്ചുള്ള ഓരോരുത്തർ പറയുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ ഒരു ഏറ്റവും പ്രൗഡ് മൊമെൻ്റ് എന്ന് വെച്ചപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നതാന്ന് പറയുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ജെനുവിനാണ്, ഭയങ്കര പാവമാണ് അനുമോളുടെ അമ്മ. ആൾക്ക് ഇങ്ങനെ ഒരാൾ ഭയങ്കര ഒരു പാവം, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു അമ്മ. അതിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ട്വിങ്കിൾ. അനുമോൾ പ്രൗഡ് മൂവ്മെൻറ്റ് മാത്രമല്ല, അനുമോൾ എപ്പോഴെങ്കിലും സങ്കടപ്പെടുത്തുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അനുമോൾ ദേഷ്യപ്പെടും. എല്ലാവരോടും ദേഷ്യപ്പെടാറുണ്ട്. അപ്പം ആളുടെ ക്യാരക്ടർ അതാണ്. നമ്മൾ ബിഗ് ബോസിൽ വെച്ച് കണ്ട ആൾ അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ അനുമോളെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് വരും, തുടങ്ങിയ വേണ്ട അനുമോൾ പുരാണം എന്നൊക്കെ പറഞ്ഞിട്ട്. പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം. നമ്മൾ നല്ല ആൾക്കാരുടെ നല്ല കാര്യങ്ങൾ എപ്പോഴും പറയണം. ഇപ്പോൾ പലരും കുറ്റങ്ങളാണ് കൂടുതലും നമ്മളെക്കുറിച്ച് മറ്റാരെക്കുറിച്ചും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോഴല്ലേ നമ്മുടെ ഹാപ്പി ഹോർമോണൊക്കെ അങ്ങോട്ട് ആക്റ്റീവ് ആവുള്ളൂ. ഹാപ്പി ഹോർമോണൊക്കെ ആക്റ്റീവ് ആയില്ലല്ലേ നമുക്കിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അനുമോളുടെ കാര്യം അങ്ങനെയാണ്. അനുമോളുടെ അമ്മയുടെയും ഇത് കാണാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ അവരത് തകർത്തിട്ടുണ്ട്. അതിനുശേഷം അഡ്വാൻറ്റേജ് ടാസ്ക്കാണ് അമ്മമാർക്ക് കൊടുത്തൊരു 8ൻ്റെ പണി കേട്ടോ. സാധാരണ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, തേങ്ങയൊക്കെ പൊതിക്കാനായിട്ട് അച്ഛന്മാരെ വിളിക്കും, അല്ലെങ്കിൽ ആങ്ങളമാരുണ്ടെങ്കിൽ അവരെ വിളിക്കും, ഒന്ന് പൊതിച്ച് തരുമോ, ഒന്ന് പൊട്ടിച്ച് തരുമോ എന്ന്. അമ്മമാർ പൊതിക്കുന്നു, പാവങ്ങൾ. അവർക്ക് കൊടുത്ത ടാസ്ക്കാണ് ഒരു കൊട്ട നിറച്ചും തേങ്ങ വെച്ചാൽ തേങ്ങയുടെ പുറമെയുള്ള ആ ഇത് മാറ്റിയിട്ടുണ്ട്, പിന്നെ ചകിരി നിറച്ചുകൊണ്ട്. അപ്പോൾ അതൊക്കെ പൊളിച്ച് തേങ്ങ കട്ട് ചെയ്ത് മുറിച്ചിട്ട് അത് ചിരവെന്നത് കുക്സാണ്. കുക്സ് ചിരവ, പൊളിക്കേണ്ടത് പാരൻസ്, വീട്ടിൽ നിന്ന് വന്നവർ, അവർക്കുള്ളൊരു പണി. അവരത് കട്ട് ചെയ്ത് കൊടുക്കുക, മൊത്തമാക്കി കൊടുത്തിട്ട് ഇവർ കുക്സ് വന്നിട്ട് അങ്ങോട്ട് ചിരവ, പോക്കീസ് വന്ന് തേങ്ങാപ്പാലെടുക്കുക. എന്തായാലും തേങ്ങാപ്പാലിനെ കളിയാക്കി നളനെ എപ്പോഴും കളിയാക്കുമല്ലോ അവർ കുക്കിനെ. അങ്ങനെ അവസാനം കുക്ക് നളൻ നല്ലൊരു പണിയാണ് കുടുംബത്തിന് മൊത്തത്തിലാണ് കൊടുത്തത്. അങ്ങനെ തേങ്ങാപ്പാൽ എടുക്കുന്നു. അതിൻ്റെ ഇടയിൽ വലിയൊരു കാര്യം, ക്യാമറകളൊന്നും ഇല്ലല്ലോ. തേങ്ങാപ്പാൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ആരാണോ അവർക്കാണ് പ്രൈസ്. അഡ്വാൻറ്റേജ് ടാസ്ക് വിന്നർ ആവാം. അപ്പം ഇപ്പോൾ ഇന്നലെ മുതലുള്ള അഡ്വാൻറ്റേജ് ടാസ്ക് വിന്നേഴ്സിൻ്റെ പ്രൈസ് ഉണ്ട് കേട്ടോ. പ്രത്യേകം വേറൊരു ഗിഫ്റ്റ് കൂടി കിട്ടുന്നുണ്ട്. അത് ആരുടെ ഏതൊരു സ്പോൺസറിൻ്റെ പേര് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി മുതൽ അഡ്വാൻറ്റേജ് ടാസ്ക് വിൻ ചെയ്യുന്നവർക്ക് പ്രൈസും ഉണ്ട്, ഗിഫ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി അഡ്വാൻറ്റേജ് ടാസ്ക് ഇവർ സീരിയസ് ആയിട്ട് കളിക്കും. പലരും അത് സീരിയസ് ആയിട്ട് കളിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അഡ്വാൻറ്റേജ് ടാസ്ക് വെറുതെ കിട്ടിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് അവർ മായമൊക്കെ ചേർത്തത്. ഇപ്പോൾ തേങ്ങാപ്പാൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ആരാണോ ആ ടീമാർക്കെല്ലാം വിൻ ചെയ്യുക. തേങ്ങാപ്പാൽ കൂടുന്നെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കത് 1-ാം പാലാണോ, 2-ാം പാലാണോ, 3-ാം പാലാണോ, 5-ാം പാലാണോ, അല്ലെങ്കിൽ 10-ാം പാലാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തേങ്ങാപ്പാൽ എടുക്കണം. തേങ്ങാപ്പാൽ കഷ്ടപ്പെട്ടെടുത്തിട്ട് 1 ലിറ്റർ വെള്ളം അങ്ങോട്ട് ചേർത്താലുണ്ടല്ലോ കൂടുതലുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള ബുദ്ധിയായിരുന്നു എല്ലാവരും കാണിച്ചത്. 2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും അത് ചെയ്തു. ആരൊക്കെയാ? സുചിത്ര ബുദ്ധിപൂർവ്വം കളിച്ചു. തേങ്ങാപ്പാലിൽ വെള്ളം ചേർത്തില്ല. പിന്നെ സന്ധ്യാമ്മ തേങ്ങാപ്പാലിൽ വെള്ളം ചേർത്തില്ല. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കടൽ മച്ചാൻ എന്തായിരുന്നു കടിച്ച് പൊട്ടിച്ച്, ആയുധങ്ങളൊന്നും വേണ്ട, കടിച്ച് പൊട്ടിച്ചൊക്കെ തേങ്ങ പൊട്ടിക്കണ്ടായിരുന്നേ. ആ പല്ലൊക്കെ ബാക്കി ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ആൾ തേങ്ങാപ്പാലൊക്കെ എടുത്തു. അവരാണ് അഡ്വാൻറ്റേജ് ടാസ്ക് വിൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി അവർക്കൊരു പ്രൈസ് ഉണ്ട്. എന്തോ പെർഫ്യൂമിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടിപൊളി, അവർ വിജയിച്ചു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ടാസ്ക് എന്താണെന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം. എന്നാലും ഇതുവരെ എടുത്ത് നോക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര റീച്ചിൽ പോയോ ഇന്നത്തെ ഫാമിലി റൗണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, എനിക്കൊന്നും തോന്നിയില്ല, ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ കണ്ടിരിക്കാൻ രസം. ഇപ്പോഴെല്ലാവരും ഇത് വരണ്ടേ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ട് ഫാമിലി റൗണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റിംഗ് കിട്ടുമെന്ന് കരുതിക്കൊണ്ട് ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ കൊണ്ട് ഫാമിലി റൗണ്ടൊക്കെ വെക്കുന്നത് മോശമല്ലേ. ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് വെച്ചാൽ പോരായിരുന്നോ? ഇപ്പോൾ ബിഗ് ബോസിനുണ്ട് ആ പരിപാടി. മുമ്പൊക്കെ 13-ഉം 12-ഉം വീക്കിൽ വരുന്ന ഫാമിലി റൗണ്ട് ഇപ്പോൾ 10-ഉം 11-ാമത്തെ വീക്കിലൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്.
അത് ഫാമിലി റൗണ്ട് ഉണ്ടെങ്കിൽ റേറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഷോയിലും ഫാമിലി റൗണ്ട് തുടക്കം തന്നെ വെക്കണ്ടായിരുന്നു. ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയെന്ന് തോന്നി. ഇപ്പോൾ ഒരു എവിക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്നത്തെ ആഴ്ച കൊണ്ടുവന്നിട്ട് ഫാമിലി റൗണ്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നണ്ടേ ആൾക്കാർക്ക്, എന്നാലല്ലേ കുറച്ച് രസമായിട്ട്. ഇപ്പോൾ മഹീനൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ് പലരും. അപ്പോൾ അവരോടൊക്കെ നമുക്കൊരു കണക്ഷൻ വന്നാലല്ലേ അവരുടെ ഒരു ഫാമിലിയെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം വരത്തുള്ളൂ. തുടക്കം തന്നെ വെക്കേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഷോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിലും കാണാൻ പറ്റുന്ന നല്ലൊരു ഷോയാണ് കോമഡി കുക്ക്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്ന് കരുതിക്കൊണ്ട് ഭയങ്കര ഹിറ്റാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഹിറ്റിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ എത്തുന്നൊരു ഷോയാണ്. എനിക്ക് ചില കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണ്, എല്ലാ ഷോയും സ്ക്രിപ്റ്റാണ്, പക്ഷേ ഭയങ്കര വിസിബിളായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. അത് സ്ക്രിപ്റ്റ് ഇത് പറഞ്ഞത് ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഭയങ്കര വിസിബിളായിരുന്നു. ഇതിന് മുന്നത്തെ ആഴ്ചയൊക്കെ 4ാമത്തെ ആഴ്ച വരെയുള്ളതാണെങ്കിലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര വിസിബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് കണ്ടുകൊണ്ടെങ്കിൽ പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ജിസയിൽ വരുന്നുണ്ട്. എന്തായാലും ജിസയിലും അനുമോളുടെ അമ്മയും തമ്മിലൊരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും ഇവർ കൊണ്ടുവരും. കാരണം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. അശ്വിനായിട്ടുള്ളത് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എന്തായാലും രസകരമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ആ ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ കുറച്ച് പേര് കാത്തിരിക്കുന്നുണ്ട് ഗുരുമന്ത്ര അപ്ഡേറ്റ് നമ്മുടെ ഇനി ഈ ചാനൽ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഗുരുമന്ത്രയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ കമൻറ്റ് ബോക്സിൽ വയ്ക്കാം. അതിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞില്ല, എന്നോട് കുറേ പേര് പറഞ്ഞു വീഡിയോ ഇടാൻ മറക്കരുത്, എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും ഇട്ടിട്ട് വരണം എന്ന് പറഞ്ഞു. നാളെ മൺഡേ അല്ലേ, നാളെ മുതൽ ഞാൻ മാക്സിമം ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും ആയിട്ട് ഡെഫിനറ്റ്ലി വരാൻ ഞാൻ ശ്രമിക്കും. ഇവരെ കുറച്ച് പേരൊക്കെ ഉണ്ട്, അപ്പോൾ ഇവരൊക്കെ എന്നോടത്ത് പറയും വീഡിയോ ഇട്ട് വാ എന്നൊക്കെ, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഞാൻ നാളെ മുതൽ മാക്സിമം ഡെയിലി ഒരു വീഡിയോ ഇട്ടെങ്കിലും വരാൻ ഞാൻ ശ്രമിക്കാം. ഗുരുമന്ത്രയിലെ അപ്ഡേറ്റ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ഗുരുമന്ത്ര ചാനലിലുണ്ടാകും. നിങ്ങൾ ആ ചാനൽ മസ്റ്റായിട്ടും കാണുക. പിന്നെ ഫ്രീ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേക്കിയുടെ ഫ്രീ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ ചാനലിൽ കൊടുക്കും. നിങ്ങളൊക്കെ എനർജൈസ് ആവാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് വൈബ് നിങ്ങളുടെ ലൈഫിലും വരട്ടെ, അതിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു സെക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഡീറ്റെയിൽസ് ആ ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം.